മിഥുനം രാശിക്കാർക്ക് ഈ വരുന്ന രാഹു കേതു മാറ്റം എങ്ങനെയാണ് ഫലം ചെയ്യുക? കാരണം ഈ ഒരു വീഡിയോ വളരെ അധികം നിർണായകമായ ഒരു വീഡിയോ തന്നെയാണ്. നിലവിൽ ശനിയുടേതായ മാറ്റത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് പഴയതിൽ നിന്നും യാതൊരുവിധ മാറ്റവുമില്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം, അതുപോലെ തന്നെ വ്യാഴൻ്റെ മാറ്റം, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് ഗുണം ചെയ്യുക അല്ലെങ്കിൽ ദോഷം ചെയ്യുക എന്നുള്ള കാര്യം വളരെയധികം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നിലവിൽ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ സഞ്ചാരം നടത്തുന്നത് 10ാം ഭാവത്തിൽ രാഹുവും 4ാം ഭാവത്തിൽ കേതുവുമായിട്ടാണ് ഇപ്പോഴുള്ള ആ ഒരു സഞ്ചാരം. അപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അതുപോലെ തന്നെ സമ്പത്തുപരമായ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നിന്നുപോയ ഒരു സാഹചര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. തൊഴിൽപരമായ രീതിയിലാണെങ്കിലും മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ കരുതിയാലും ഇപ്പോൾ അത് നിലച്ചു പോയ ഒരു സാഹചര്യമായിരിക്കും. കുടുംബപരമായ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിനെ വിശ്വസിക്കണം, ഏത് കേൾക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത എപ്പോഴും നിങ്ങളിലേക്കുണ്ടാവും. കുടുംബപരമായ ഇടങ്ങളിലാണെങ്കിലും ശരി, ഒരു അകൽച്ചയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇനി ഈ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ മെയ് മാസം 18ാം തീയതിയോടുകൂടി തന്നെ മാറ്റം വരുന്നുണ്ട്. അത് ആ ഒരു മാറ്റം വളരെ നല്ല ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ, അതായത് 9ാം ഭാവത്തിലേക്ക് വരുന്ന രാഹുവും 3ാം ഭാവത്തിലേക്ക് വരുന്ന കേതുവും എന്ത് ഫലം പ്രദാനം ചെയ്യും? 9ലെ രാഹു എപ്പോഴും നമ്മളെ വലിയ രീതിയിൽ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ 3ാം ഭാവത്തിലെ കേതുവാണെങ്കിൽ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യവും വരും. കാരണം രാഹു തരുന്നതിനെയൊക്കെ അവിടെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കാനായിട്ട് പോകാൻ പാടുള്ളതല്ല. കാരണം എന്തു പറഞ്ഞാലും ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാർ കേൾക്കുന്നത് നെഗറ്റീവായിട്ടായിരിക്കും. കാരണം നല്ലത് പറഞ്ഞാലും തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഈ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം? അപ്പോൾ ലഗ്നത്തിൻ്റേതായ ആ ഒരു വശം കൂടി കണക്കിലെടുത്താണ് ഞാനിത് പറയുന്നത്. പലർക്കും ഈ ഏത് ഒരു മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നാൽ തന്നെയും രാശികളെക്കുറിച്ചിട്ട് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഫലം എല്ലാവർക്കും ലഭിക്കില്ല. കാരണം ലഗ്നവശാലുണ്ടാകുന്ന മാറ്റവും കൂടി അതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ചിലരെങ്കിലും നന്നായിരിക്കുന്നുണ്ട്, പക്ഷേ ചിലർ എന്നല്ല, ഏതാണ്ട് 90% വരെ ആൾക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കും ആ ഒരു 10% ഉള്ളവരുടേതായ നല്ല ഫലം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. 3ാം ഭാവത്തിലെ കേതു എപ്പോഴും നമുക്ക് ഒരു അലച്ചിലുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് തൊഴിൽപരമായ കാര്യത്തിലാണെങ്കിലും ശരി, മറ്റ് എന്ത് വിഷയത്തിനാണെങ്കിലും ഒരുപാട് ഒരു വട്ടം ചുറ്റിക്കുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം കേതു നൽകിയാലും നിങ്ങളുടേതായ ആ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും നിങ്ങളെടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയും എത്തിക്കുക എന്നാണ്. അപ്പോൾ തൊഴിൽപരമായ രീതിയിൽ ഒരു 3-4 പ്രാവശ്യം ചിലയിടങ്ങളിലൊക്കെ പോകേണ്ടി വന്നാലും ആ കേതു അതിനെ സക്സസ് ആക്കി ഒരുപാട് രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള പാതകൾ അവിടെ തെളിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ രാഹു, 9ാം ഭാവത്തിലെ രാഹു നിങ്ങൾക്ക് വലിയ തോതിലുള്ള ചിന്താഗതികളൊക്കെ പ്രാപ്തമാക്കി തരും. അതായത് വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, യാത്ര പോകണം, വിദേശത്ത് പോയി പഠിക്കണം, അതുപോലെ തന്നെ ഒരല്പം മാറി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം, ഇങ്ങനെയുള്ള ഉയർന്ന ചിന്താഗതികളെ തരും. അപ്പോൾ ഈ ഒരു ചിന്താഗതികളൊക്കെ അവിടെ തരുമ്പോൾ വലിയ തോതിലുള്ള വിജയങ്ങളും നിങ്ങൾക്ക് പ്രാപ്തമാകുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ 9ലെ രാഹുവും 3ലെ കേതുവും വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ്. പക്ഷേ അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഒരു ഫലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. കാരണം പൊതുവെ പറയുമ്പോൾ 9ാം ഭാവത്തിലെ രാഹുവും 3ാം ഭാവത്തിൽ കേതുവും വന്നു കഴിഞ്ഞാൽ ഏത് ഒരു ജാതകത്തിലാണെങ്കിലും ശരി, ഏതൊരു രാശിക്കാണെങ്കിലും ശരി, 9ൽ രാഹു 3ൽ കേതു ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വന്നാൽ ഒരിക്കലും തന്നെ അവിടെ രാഹുകാലം എന്നൊരു ചിന്ത വരുന്നില്ല. കാരണം രാഹുകാലം നോക്കേണ്ട യാതൊരുവിധ ആവശ്യവും അവിടെ ഉണ്ടാകില്ല. മിഥുനം രാശിക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുടുംബത്തിൽ അച്ഛനുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. മിഥുനം രാശിയുടേതായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടേതായ ആ ഒരു സാഹചര്യം വച്ചിട്ട് അച്ഛൻ
അതുപോലെ അച്ഛനും മകനും തമ്മിലൊക്കെ വലിയ തോതിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തെ അവിടെ ഉണ്ടാകും. കുടുംബപരമായ ഇടത്തിൽ അദ്ദേഹം വലിയ തോതിൽ കൈവയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 9-ലെ രാഹു നിശ്ചയമായിട്ടും വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. അതായത് ഇപ്പോൾ യാതൊരുവിധ രീതിയിലുള്ള കാശും കയ്യിലില്ലാത്തൊരു സാഹചര്യമാണെങ്കിലും രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും വിദേശത്ത് പോയി തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ വിദേശത്ത് എന്തെങ്കിലും രീതിയിൽ ഒന്ന് പോയി അവിടെ വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് പോയി കാണണം എന്ന ആഗ്രഹമൊക്കെ ഉള്ള ചിലരെങ്കിലും ഉണ്ടാകും. സാധാരണക്കാരൻ്റേതായിട്ടുള്ള കാര്യങ്ങളല്ല, ഉയർന്ന ഒരല്പമെങ്കിലും നല്ല രീതിയിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് പോകണമെന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെയും അതുപോലെ യാത്രകൾ ചെയ്യാൻ, ഉല്ലാസകരമായ യാത്രയൊക്കെ സഞ്ചരിക്കാൻ ഉള്ള ഒരു കാലഘട്ടവും കൂടിയായി മാറുന്നു ഇത്. തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉയർന്ന അധികാരികളുമായിട്ട് തർക്കങ്ങളൊന്നും ഉണ്ടാക്കുവാൻ പാടില്ലാത്തൊരു സമയമാണ്. കാരണം അത് നിങ്ങൾ പറയുന്ന നന്മകൾ അവിടെ നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്നൊരു സാഹചര്യം. നിങ്ങൾ പറയുന്നത് ശരി തന്നെയായിരിക്കും, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് കേൾക്കുന്നവർക്കത് നെഗറ്റീവായിട്ടായിരിക്കും വരിക. പിന്നീടായിരിക്കും അവർ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തൊഴിൽപരമായ ഇടത്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാനായിട്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, രാഹു നല്ല മനസ്സിനെ തരുമ്പോൾ കേതു അവിടെ പറയുന്ന വാക്കുകൾ ഡേഞ്ചറാക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാര്യത്തെ ഇതാക്കി വയ്ക്കുന്നത് കേതുവാണ്. അപ്പോൾ കേതു നമ്മൾ പറയുന്ന കാര്യത്തിനെ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കത് വിനയായി വരികയും തൊഴിലുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും വരും. അപ്പോൾ അവിടെ വളരെയേറെ കരുതൽ തന്നെയാണ് വേണ്ടത്. ഇത് തൊഴിൽപരമായ ഇടത്ത് മാത്രമല്ല, കുടുംബപരമായ സാഹചര്യങ്ങളിലാണെങ്കിൽ എടുത്തു ചാടിയുള്ള മറുപടികളൊന്നും തന്നെ പറയാൻ പാടുള്ളതല്ല. അതൊക്കെ നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന സാഹചര്യമുണ്ടാവും. പ്രത്യേകിച്ചും മക്കളോട് വളരെയധികം കരുതലോടുകൂടി ഇടപഴകണം. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളൊക്കെ ഇല്ലാതെ ഇരിക്കുന്നവർ, അതായത് വളരെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തവരൊക്കെ ദത്തെടുക്കാനൊക്കെയുള്ള ഒരു മനോഭാവത്തിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. കാരണം രാഹു കേതു അങ്ങനെ തന്നെയാണ്. അവർക്ക് കൊടുക്കണം എന്നൊരു ചിന്തയാണ് രാഹുവിനുള്ളത്. അപ്പോൾ രാഹു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും. രാഹു കേതുവിന് മറ്റൊരു ചിന്ത ഉള്ളതെന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ശനി ഭഗവാൻ നീതിക്കും സത്യസന്ധതയ്ക്കും പ്രാപ്തമായ ഗ്രഹമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങൾ ഇടപെടുന്നത്. അപ്പോൾ ഗവൺമെൻറ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് അവർ ആ ഗവൺമെൻറ് സംബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും അനീതിപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് അത് വിനയായി മാറുന്ന സാഹചര്യമാണ്. അപ്പോൾ പരമാവധി എല്ലാ കാര്യങ്ങളിലും ഒരു തെളിവോടുകൂടി വളരെ വ്യക്തതയോടുകൂടി അന്വേഷിച്ചൊക്കെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിൽ ഇടപെടണം. പ്രശ്നങ്ങളിലൊന്നും പോയി അകാരണമായി ചാടരുത്. എനിക്കറിയാം, എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന ചിന്തയിൽ പോയാൽ നിങ്ങൾ അവിടെ കോർട്ട് കേസ് വഴക്കിലൊക്കെ ചെന്ന് ചാടുന്ന സാഹചര്യം ഉണ്ടാവും. എന്നാൽ അടുത്ത 2.5 വർഷക്കാലത്തേക്ക് പിന്നെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിനെ പ്രാപ്തമാക്കുന്നത് രാഹു തന്നെയാണ്. കാരണം രാഹു 2 സർപ്പത്തിൻ്റെ വായിലുള്ള നാവ് പുറത്തേക്കെടുക്കുമ്പോൾ അത് 2ആയിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ രാഹു 2 വിധത്തിലുള്ള മനോഭാവത്തെ നമുക്ക് പ്രാപ്തമാക്കി തരുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ നന്മ ചെയ്യും എങ്കിലും തിന്മയും കൂടി അദ്ദേഹം പിറകെ കരുതി വച്ചിരിക്കും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടു വേണം ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുവാനായിട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ കേതുവിൻ്റേതായ ഒരു ചിന്താഗതിയിലൂടെ പറയുമ്പോൾ നിങ്ങളൊക്കെ തന്നെ ആത്മീയപരമായി വലിയ തോതിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് മിഥുനം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ദേവീ ഉപാസന അല്ലെങ്കിൽ ഈശ്വരൻ്റേതായ ആ ഒരു ഉപാസനയൊക്കെ നടത്തുന്നുവെങ്കിൽ കൺഫേമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെതായ ശരിയായ ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഉപാസന നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം, അതായത് ചിലവർക്ക് മന്ത്രസിദ്ധിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ ഉപാസനകളൊക്കെ എടുക്കാറുണ്ട്, ചില ദേവതകളെയൊക്കെ. തീർച്ചയായിട്ടും മിഥുനം രാശിക്ക് ആ ഒരു കാര്യം 100% സക്സസ്സായി ലഭിക്കുന്നത് തന്നെയാണ്. ഇതിന് കാരണമായി വരുന്നത് ചിങ്ങം രാശിക്കുള്ളിലുള്ള കേതു തന്നെയാണ്. അതായത് നിങ്ങളുടേതായ
രാശിയുടെ 3-ാം ഭാവത്തിലുള്ള കേതുവാണ്. കേതു എപ്പോഴും ജ്ഞാനത്തിനെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ചിങ്ങം രാശിക്കുള്ളിലെ കേതു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആത്മീയപരമായ കാര്യങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം നൽകും. അപ്പോൾ അത് ശുഭകരമായ പുതിയ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഇപ്പോൾ അത് ഏത് ഒരു ദൈവത്തെ ആണെങ്കിലും കർത്താവിനെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കൃഷ്ണനെ ആണെങ്കിലും ശരി, ആരെയാണോ അധികമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് അതിൻ്റേതൊരു സിദ്ധി വന്നു ചേരുന്ന കാലം തന്നെയാണ്. 1978-79 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പോഴുള്ള ഈ രാശി പ്രവചനം അതുകൊണ്ട് തന്നെ ലഗ്നം കണക്റ്റഡ് ആയിട്ടുള്ള പ്രവചനമാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ സക്സസ് ആയിട്ട് നടക്കുമെന്നുള്ള സംശയമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ വളരെയധികം നന്മകളുടേതായ കാലഘട്ടമായി തന്നെയാണ് മാറുക. മിഥുനം ലഗ്നത്തിൽ പിറന്നവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മെഡിസിൻ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിച്ച് അപേക്ഷയൊക്കെ കൊടുത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന സാഹചര്യം തന്നെയാണ്. അത് മെറിറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വിദേശത്തൊക്കെ പോകുന്നവർക്ക് 100% ആയിട്ട് അതിൻ്റെ നല്ല ഫലമുണ്ടാവും. ഉന്നതമായ തൊഴിൽ കാത്തിരുന്നവർക്കും അതിൻ്റേതായ ഒരു ഫലമുണ്ടാകും. അപ്പോൾ മിഥുനം രാശിക്കല്ല ലഗ്നത്തിനും അത് കണക്റ്റഡ് ആയിട്ട് കൃത്യമായി വരുന്നു എന്നുള്ളതാണ്. സമ്പത്തുപരമായ രീതിയിലുമൊക്കെ നല്ല മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സർക്കാർ സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഏതൊരു ഓഫീസുമാകട്ടെ, സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇതൊക്കെ ആയാൽ തന്നെയും അവർക്കൊക്കെ ഉന്നതമായ പദവി വന്നു ചേരുന്ന, അതായത് പ്രൊമോഷൻ ലഭിക്കുന്ന സാഹചര്യം, അതുപോലെ പണം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലും ലഭിക്കാനുള്ള ഇൻക്രിമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും ലഭിക്കാനുള്ളവരൊക്കെ ആണെങ്കിലും അവർക്കും വലിയ തോതിലുള്ള നല്ല അനുഭവം തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ നടക്കാൻ പോകുന്നതൊക്കെ വളരെ നല്ല ഫലം തന്നെയായിരിക്കും. മിഥുനം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തന്നെയായിരിക്കും അവർക്ക് നല്ല ഫലം ലഭിക്കുക. മിഥുനം ലഗ്നത്തിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നവരാണെങ്കിൽ വളരെ അധികം വിജയവും മുന്നേറ്റവും തന്നെയാണ്. അതായത് സ്ഥാനം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വളരെ ചിന്തിച്ച് സക്സസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഒരു നല്ല പൊസിഷൻ കാത്തിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. മിഥുനം ലഗ്നമായിട്ടുള്ളവർ ഈ സർക്കാർ സംബന്ധപ്പെട്ട, അതായത് PSC പോലുള്ള എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അതിൽ ഒരു തൊഴിൽപരമായ രീതിയിൽ ലഭിക്കാനുള്ള സാഹചര്യം കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം തന്നെയാണ് അവിടെ വരിക. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും മിഥുനം ലഗ്നത്തിന് വളരെയധികം മുൻതൂക്കം നൽകുന്നുണ്ട്. രാഹു, കേതു എന്നീ 2 ഗ്രഹങ്ങൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു കാലഘട്ടമെന്ന് പറയുമ്പോൾ 1.5 വർഷത്തിനുള്ളിലാണ് ഞാനീ പറയുന്നത്. അതായത് ഈ വരുന്ന മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം വരുന്ന അടുത്ത 1.5 ആണ്ടുകൾക്കുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫലം തന്നെയാണ് രാഹു കേതു പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ സംബന്ധപ്പെട്ട ജോലിക്ക് പരീക്ഷയൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതകൾ 99% തന്നെയാണ്. അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ ഇടപെട്ടൊക്കെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ ചിലരെങ്കിലും ഉണ്ടാവും. അതായത് യൗവനത്തിലുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു പിണക്കമൊക്കെ ഉള്ള സാഹചര്യം, അതായത് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് അവർ അനുകൂലമായ ഒരു തീരുമാനങ്ങളെടുത്ത് മക്കളല്ലേ നന്നായിരിക്കട്ടെ എന്ന ചിന്തയിലേക്ക് വരികയും അത് സക്സസ് ആയി നിങ്ങൾക്ക് നടത്തി തരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒളിച്ചോട്ടങ്ങളൊന്നും തന്നെ വേണ്ട. കുടുംബപരമായ രീതിയിലുള്ള ആ ഒരു എതിർപ്പ് മാറി അവിടെ നിങ്ങൾക്ക് അനുകൂലമായ ഭാവം വരികയും വിവാഹം നടത്തി തരുന്ന സാഹചര്യവും രാഹു കൃത്യമായിട്ടും ചെയ്യും. ഇതേ അടുത്ത് കേതു മറ്റൊരു കാര്യവും ചെയ്യും. നിങ്ങൾ ഈ പ്രേമിച്ചൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതായത് തർക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു കാലഘട്ടത്തിൽ അത് കട്ടായി പോകുന്ന സാഹചര്യമാണ്. അതായത് ഇനി ഒരിക്കലും തന്നെ ആ ഒരു ബന്ധം തുടരാനായിട്ട് കേതു അനുവദിക്കുകയില്ല. അതായത് ഇടയ്ക്ക് വഴക്കുകളും പ്രശ്നങ്ങളുമായി പോകുന്ന ഒരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ കുടുംബ അന്തരീക്ഷമാണെങ്കിലും അതവിടെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ രാഹു കേതു എൻട്രിക്ക് മുന്നേ തന്നെ, അതായത് മെയ് 18-ന് മുന്നേ തന്നെ നിങ്ങളൊക്കെ തീർത്ത് ഒന്നിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. പ്രശ്നങ്ങളോടുകൂടിയാണ് ഈ രാഹു കേതു എൻട്രി ടൈമിൽ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുകയും ആ ബന്ധം അവസാനിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ട്.
സ്വത്തുപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വത്തുപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടലൊക്കെ നടത്തണം, അതായത് ബാങ്ക്പരമായ രീതിയിലൊക്കെ ഇടപെടണം, മറ്റേ ഒരാൾ എഴുതി തരണം എന്നൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു കാര്യം ലഭിക്കാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന വസ്തുവിനെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മറ്റു ഒരിടത്തു നിന്നും അല്ലെങ്കിൽ എതിർപ്പ് പുറമേ നിന്നും വന്നു ചേരുന്ന സാഹചര്യവും അവിടെയുണ്ട്. അപ്പോൾ ഉള്ളതിനെ നശിപ്പിക്കും, ഇല്ലാത്തതിനെ നൽകുകയും ചെയ്യുമെന്നാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നവന് കൊടുക്കുകയും അത് പണത്തിനെ വളരെ ലാഘവത്തോടുകൂടി ചിലവാക്കുന്ന വ്യക്തിക്ക് അതില്ലായ്മ ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാനിവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടം വളരെയധികം നല്ല കാലഘട്ടം തന്നെയാണ്. രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങൾ എന്നുള്ളത്. അപ്പോൾ ലഗ്നവശാൽ മിഥുനം ലഗ്നത്തിൽ ജനിച്ചവരാണെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിൻ്റേതായ ഫലം ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. രാശി പ്രവചനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ രാശികളുടേതായ വ്യത്യാസങ്ങൾ പല ജാതകങ്ങളും പല രീതിയിലുണ്ട്. പക്ഷേ ലഗ്നം എന്ന് പറയുന്നത് അതൊരു വ്യക്തിക്ക് അത് ജന്മത്തിൽ വരുന്ന ആ ലഗ്നം തന്നെയാണ്. രാശികൾ ഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ ഈ ഒരു കാലം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 78 79 കാലഘട്ടങ്ങളെന്ന് പറയും പോലെ. അപ്പോൾ ഈ ഒരു കാലഘട്ടമൊക്കെ വളരെയധികം ഗുണമാണ് നിങ്ങൾക്കുണ്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ജാതകം ഒന്ന് നിങ്ങളുടെ സ്വന്തം ജാതകങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. കൃത്യമായിട്ടും അതിൻ്റെ ഫലത്തിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഫലത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുക. ഉള്ളതിനെ എടുക്കുകയും ഇല്ലാത്തതിനെ നൽകുകയും ചെയ്യും രാഹു. അപ്പോൾ മനോവിഷമങ്ങളൊക്കെ തീർന്നു വരുന്ന ഒരു കാലമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷകരമായി ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അച്ഛൻ മകൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ വേണം. കാരണം എന്ന് വെച്ചാൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോൾ വാക്കുകൾ അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് തരുന്ന അറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവുകളാണ്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ടോ എന്നൊരു ചിന്താഗതി വരുമ്പോൾ നമുക്കവിടെ കുറച്ചുകൂടി കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തൊഴിൽപരമായ രീതിയിൽ ഓഫീസുകളിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള മനോഭാവത്തെ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു മാറ്റം വളരെ നല്ല ഫലത്തെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ വാക്കുകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധാപൂർവം വീഡിയോ കേൾക്കുക. ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുക, കേൾക്കുക.